നമസ്കാരം, എൻ്റെ പേര് ബിന്ദു വിനയൻ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ജെയ്ഡ് വൈനെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ വീഡിയോയിൽ ജെയ്ഡ് വൈൻ്റെ തൈ ഉൽപാദനവും പരിചരണവുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഇത് എയർ ലെയറിങ് ചെയ്യുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്താം. അതിനുവേണ്ട സാധനങ്ങൾ: കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറും, ബ്ലേഡ്, ചരട്, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് വേണം. ട്രാൻസ്പെറൻ്റായ പ്ലാസ്റ്റിക് ഷീറ്റ് വേണമെന്നേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന ഫുഡ് റാപ്പാണ്. എൻ്റെ ചെടിയെ ഞാൻ പരിചയപ്പെടുത്താം. 1.5 വർഷം എത്തിയ ചെടിയാണിത്. ഇത്രയും തടി വെച്ചു. എയർ ലെയറിങ്ങിനായിട്ട് ഒരു തണ്ട് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അത് ചെയ്യുന്ന സ്ഥലം നമ്മൾ കൃത്യമായി നോക്കണം. ഈ ഇല തുടങ്ങുന്ന സ്ഥലം, അവിടെ നിന്നാണ് വേര് വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇലയുടെ തണ്ട് മുറിച്ച് കളയാം. അതിന് ശേഷം ഇവിടെയും ഇങ്ങനെ ഒരു 2 ഇഞ്ച് നീളത്തിൽ നമുക്ക് ചെയ്യാം. ശ്രദ്ധാപൂർവം അതിൻ്റെ തൊലി ബ്ലേഡ് ഉപയോഗിച്ച് കളയണം. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ, കാരണം പെട്ടെന്ന് തണ്ട് മുറിഞ്ഞു പോകാം. തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും, ഇനി കറ്റാർവാഴയുടെ ജെല്ലായാലും കുഴപ്പമില്ല, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് മുന്നോട്ടും പിന്നോട്ടും ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു ചെറിയ ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൽ ഈ റൂട്ടിംഗ് ഹോർമോൺ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് പൊതിഞ്ഞ് വയ്ക്കാം. അപ്പോൾ അത് കൂടുതൽ അതിൻ്റെ പ്രവർത്തനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. തയ്യാറാക്കിയെടുത്തത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം. ബ്ലേഡ് വെച്ച് ഒന്ന് താത്തി കൊടുക്കുക. അപ്പോൾ ശരിക്കും 2 കിട്ടും. അതിനുശേഷം ഇതിങ്ങനെ അകത്തി പിടിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. തണ്ടിലേക്ക് തണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുക. കടത്തി വെച്ചതിന് ശേഷം ഇതിൽ ചരട് ചുറ്റിയിട്ടുണ്ട്. ആ ചരട് നല്ല ശക്തിയായിട്ട് തന്നെ വലിച്ചു കെട്ടണം, എന്നാലേ വേര് പിടിക്കാൻ സഹായിക്കുകയുള്ളൂ. എയർ ലെയറിങ്ങിൻ്റെ അവസാന രൂപം. എയർ ലെയറിങ് ചെയ്യാൻ നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാൻ കാണിക്കാം. ഫുഡ് റാപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായ നീളത്തിൽ മുറിച്ചെടുക്കാം. കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് 10% ആണെങ്കിൽ 1% മണ്ണിര കമ്പോസ്റ്റും കൂടി ചേർത്ത മിശ്രിതമാണത്. അത് മിക്സ് ചെയ്തതിന് ശേഷം പുട്ടുപൊടി പോലെയാണ് നമ്മൾ കുഴക്കേണ്ടത്. വെള്ളം അധികം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കളയാം, അധികം ആവുകയാണെങ്കിൽ കേട്ടോ. അത് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഫുഡ് റാപ്പിൻ്റെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പൊതിയും. ഇങ്ങനെ ഒന്ന് നല്ല ടൈറ്റായിട്ട് പൊതിഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നന്നായി ഒന്ന് പിരിച്ചു കൊടുക്കാം. 2 സൈഡും പിരിച്ചു കൊടുത്ത് മിശ്രിത ഉള്ളിലായിട്ടിരിക്കണം. എന്നിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. ഈ സൈഡും നല്ല വലിച്ച് പിരിച്ചു കൊടുക്കുക. ഒരു സൈഡ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഒരു ചെറിയ ഇത് മുറുക്കി കെട്ടിക്കൊടുക്കുക. മറ്റേ സൈഡ് കുറച്ച് നീളമുള്ള ചരടെടുക്കുക. അവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടുക. ഈ നീളമുള്ള ചരട് എടുക്കുന്നത് നമുക്ക് അവിടെ എയർ ലെയറിങ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചുറ്റും വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണ്. പരിചരണം വളരെ എളുപ്പമാണ്. സാധാരണ ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ജൈവവളങ്ങളെല്ലാം കൊടുക്കാം. നടുമ്പോൾ നീർവാർച്ചയുള്ള മണ്ണായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.